കണ്ണൂർ ഭാഗത്തെല്ലാം ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു വെറൈറ്റി ബ്രേക്ക്ഫാസ്റ്റ് ആണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത്. മിക്കവാറും ഇത് പാർട്ടിയെല്ലാം ഉണ്ടാകുന്ന സമയത്താണ് കേട്ടോ കൂടുതലും ഉണ്ടാക്കാറുള്ളത്. നല്ല ടേസ്റ്റ് ആണ്, അതുപോലെ തന്നെ ഭയങ്കര സിമ്പിൾ ആണ് ഇത് ഉണ്ടാക്കാൻ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ ഒരു പാത്രം എടുത്ത് വെച്ചിട്ട് അതിലേക്ക് 2 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിതിലേക്ക് 1 കപ്പ് റവ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് ഞാൻ 1 കപ്പ് റവയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തൈരാണ് വേണ്ടത്. 1/2 കപ്പ് തൈര് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിതിലേക്ക് 1/2 ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. ബേക്കിംഗ് സോഡ അല്ല കേട്ടോ, ബേക്കിംഗ് പൗഡറാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇതാ ഞാൻ കുറച്ച് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടി കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ നമുക്ക് ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കണം. ഈ ബേക്കിംഗ് പൗഡറും ഉപ്പും എല്ലാം എല്ലാ സ്ഥലത്തും ആവുന്ന രീതിയിൽ ആദ്യം നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇത് നമുക്ക് കുഴച്ചെടുക്കാം. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് കുഴച്ചിട്ട് നല്ലൊരു ഡോ ആക്കിയിട്ട് എടുക്കുക. എന്നിട്ട് ഇത് മൂടി വെച്ചിട്ട് ഒരു അരമണിക്കൂറെങ്കിലും നമ്മളിത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. ഇതിപ്പോൾ ഞാൻ നല്ല സോഫ്റ്റ് ആക്കി കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു അരമണിക്കൂർ ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മൂടി വെക്കാം. അരമണിക്കൂർ കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ നിന്ന് കുറച്ച് മാവെടുത്തിട്ട് ഇതാ ഈ ഒരു സൈസിലുള്ള ബോളാക്കിയിട്ട് എടുക്കാം. ഏകദേശം നമ്മൾ ചപ്പാത്തിയെല്ലാം ഉണ്ടാക്കുന്ന ആ ഒരു സൈസിലുള്ള ബോളാക്കിയിട്ട് എടുക്കാം. അപ്പം മൊത്തത്തിലും നമ്മൾ ഇതേപോലെ റെഡിയാക്കിയതിന് ശേഷം കൗണ്ടർ ടോപ്പിൽ നമുക്ക് കുറച്ച് മൈദ ഇതുപോലെ തൂക്കി കൊടുത്തിട്ട് നമുക്കിത് പരത്തിയെടുക്കാം. പിന്നെ പരത്തുമ്പം ഒരുപാട് നേരിയതാക്കരുത് കേട്ടോ, കുറച്ച് കട്ടിയുള്ള മാവാക്കിയിട്ട് പരത്തിയെടുക്കണം. അപ്പോൾ അതാ ഈ ഒരു സൈസിൽ വേണം നമ്മൾ പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ നമുക്ക് ഓയിൽ നല്ലപോലെ ചൂടാക്കിയതിന് ശേഷം നമ്മൾ പരത്തി വെച്ച മാവ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. കുറച്ച് സമയം കഴിയുമ്പോൾ ഇത് നല്ലപോലെ പൊന്തി വരും. പൊന്തി വന്നാൽ നമുക്കിത് മറിച്ചിട്ടിട്ട് മറ്റേ സൈഡും കൂടി ഫ്രൈ ആക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഒരു സൈഡ് ഫ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ മറിച്ചിട്ടിട്ട് നമുക്ക് മറ്റേ ഭാഗം കൂടി ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ അതുണ്ട് 2 സൈഡും ഒരേപോലെ ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. അത് നമുക്ക് ഇനി കോരി മാറ്റാം. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും കൂടി റെഡിയാക്കിയിട്ട് എടുക്കാം. ഇത് പൂരിയൊന്നും ഉണ്ടാക്കുന്ന പോലെയല്ല കേട്ടോ, അധികം ഓയിലൊന്നും കുടിക്കാത്ത ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ്. നമ്മൾ എണ്ണയിൽ ഇട്ട് കഴിഞ്ഞാൽ ചെറുതായിട്ട് ഇതുപോലെ ഒന്നിങ്ങനെ തട്ടിക്കൊടുത്താൽ തന്നെ ഇത് നല്ലപോലെ പൊന്തി വരും. അപ്പോൾ നമ്മൾ 2 സൈഡും ഒരേപോലെ ഫ്രൈ ആക്കിയിട്ട് എടുത്താൽ മതി. നല്ല സിമ്പിൾ റെസിപ്പിയാണ്. കണ്ണൂർ ഭാഗത്തെല്ലാം നല്ല ഫേമസ് ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. അപ്പോൾ ഞാനിതിൻ്റെ പേര് പറയുന്നില്ല, ആർക്കെങ്കിലും ഇതിൻ്റെ പേര് അറിയെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യട്ടോ. ഇത് 2 വിധത്തിൽ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. ചില ആൾക്കാർ ഈസ്റ്റ് ചേർത്തിട്ട് ഉണ്ടാക്കാറുണ്ട്, അല്ലെങ്കിൽ ബേക്കിംഗ് സോഡ ചേർത്തിട്ടെല്ലാം ഉണ്ടാക്കാറുണ്ട്. ഞാനിതിപ്പോൾ ബേക്കിംഗ് സോഡയോ ഈസ്റ്റോ ഒന്നും ചേർക്കാതെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ പേരറിയാവുന്നവർ മറക്കാതെ താഴെ കമൻറ്റ് ചെയ്യുക. ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യണേ.